നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഞാൻ പ്രധാനമായി പറയുന്നത് ഗ്രഹങ്ങളുടെ മാറ്റം, അതിൽ ശനീശ്വരൻ്റെ മാറ്റത്തെക്കുറിച്ചാണ്. ശനി മാറാൻ പോവുകയാണ്. 2025 മാർച്ച് മാസം 30 ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറും. അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ ശനിയുടെ മാറ്റം പറയുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിക്കുന്നവരും എൻ്റെ ചാനൽ കാണുന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് മുന്നേ കൂട്ടി അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ 2.5 വർഷക്കാലമാണ് ശനിയുടെ മാറ്റം. 2.5 വർഷത്തിലൊരിക്കലാണ് ശനി സ്ഥാനചലനം സംഭവിക്കുന്നത്. ഒരു രാശിയിൽ 2.5 വർഷം നിൽക്കും. അങ്ങനെ 12 രാശിയിലുമായിട്ട് 30 വർഷക്കാലം എടുക്കും ശനി ഒരു പ്രാവശ്യം ബലം വച്ച് വരാൻ. അപ്പോൾ ശനീശ്വരൻ്റെ കാലഘട്ടം 30 വർഷക്കാലമാണ്. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്കും 30 വർഷത്തിലൊരിക്കൽ ഏഴര ശനി വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഏഴര ശനി മാറിയാലും വീണ്ടും ഏഴര ശനി വരും. അപ്പോൾ 2, 3 ഏഴര ശനിയൊക്കെ നേരിടാതെ ആളുകൾ പോകത്തില്ല. ഇപ്പോൾ ശനി അതുപോലെ ഓരോ 7.5 വർഷത്തിലൊരിക്കലും 2.5 വർഷക്കാലം കണ്ടകശനി ഉണ്ടാവും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ശനി ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 1/3 ആൾക്കാർക്ക് എപ്പോഴും ശനിയുടെ ബന്ധം ഉണ്ടാവും. അപ്പോൾ ശനിയുടെ മാറ്റം വരാൻ പോവുകയാണ്. 2025 മാർച്ച് മാസം 30 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കും. മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും ശനിയുടെ മാറ്റം കൊണ്ട് ഉള്ള ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇടവൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 2ാമത്തെ 45 നാഴിക, 15 നാഴിക മേടക്കൂറിലേക്ക് പോയി ബാക്കി 45 നാഴിക, അതായത് 3/4 ഭാഗവും രോഹിണി നക്ഷത്രവും മകയിരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന രാശിയാണ് ശരിക്ക് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വ്യാഴമൊക്കെ അനുകൂല ഭാവത്തിലേക്ക് ജന്മത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ടകശനിയുടെ ബന്ധവും കൂടിയുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നേട്ടങ്ങൾ വരാൻ്റെ സമയമാണെങ്കിൽ പോലും കണ്ടകശനിയുടെ ബന്ധം കൊണ്ട് പലതും കണ്ടകൻ കൊണ്ടേ പോവുള്ളൂ. പലതിനെയും ഡിലേ വരുത്തിക്കളയും. സമയത്തിന് നമുക്ക് ഓരോന്ന് ലഭിക്കാതെയാക്കും. അപ്പോൾ തടസ്സത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 മാർച്ച് മാസം 30 ആവുമ്പോൾ നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുകയാണ്. കണ്ടകൻ തീരുകയാണ്. കണ്ടകശനി മാറുന്ന സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്തു ചെയ്യും? കണ്ടകശനി മാറുന്നതിനൊപ്പം തന്നെ വ്യാഴം ജന്മത്തിൽ നിന്ന് 2ലേക്ക് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സമയം വരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് കുറച്ച് കഷ്ടതയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന് കുറച്ചുകൂടി വ്യത്യാസം വന്ന് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ഒരവസ്ഥ വന്നു ചേരും. അതിന് സംശയം വേണ്ട. കാരണം കണ്ടകൻ മാറുന്നതോടുകൂടി കുറേ നെഗറ്റീവ് ദോഷം മാറും. ശനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്. ശനി ആർക്ക് വന്നാലും, അത് കണ്ടകശനി രൂപത്തിലായാലും ശരി, ഏഴര ശനി രൂപത്തിലായാലും ശരി, അഷ്ടമശനി രൂപത്തിലായാലും ശരി, ശനി വരുന്ന ഒരാളിന് കുറച്ച് കഷ്ടതകളെ കൊടുക്കാതെ ശനി വിടത്തില്ല. പിന്നെ ജാതകാൽ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുകയാണ്, ഉച്ചത്തിലോ അല്ലെങ്കിൽ മൂലത്രികോണ രാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്നവർക്ക്, ബന്ധുക്ഷേത്രത്തിലോ ഒക്കെ ശനി നിൽക്കുന്നവർക്ക് കുറച്ച് ഇളവ് വരും. ആ ശനിയുടെ ബലാബലം അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം വരുമെന്നുള്ളതിലുപരി ശനി ഉപദ്രവിക്കാതെ ആരെയും വിടത്തില്ല. അപ്പോൾ ഇടവരാശിക്കാർക്കിതാ
അനുകൂലപ്രദമായ സമയം വരികയാണ് 2025 മാർച്ച് മാസം തൊട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഷ്ടതയൊക്കെ അനുഭവിച്ചു നിൽക്കുന്നവർ ഈ ഒരു പീരീഡ് കുറച്ച് സൂക്ഷിച്ച് പോവുക. അതിനുശേഷം ശനി 11ലേക്ക് വരികയാണ്, ധനസ്ഥാനത്തേക്ക് വരികയാണ്. വ്യാഴവും 2ലേക്ക് വരും. അപ്പോൾ സമയം നമുക്ക് കുറച്ച് ഏറെ അനുകൂലപ്രദമായി മാറും. അപ്പോൾ തടസ്സങ്ങൾ മാറും. ജാതകാൽ ഒക്കെ സമയദോഷം നിന്നാൽ കുറച്ച് ബാധിക്കുമെങ്കിലും ഗോചരാൽ വരുന്ന ഫലം നമുക്ക് സാരമായി എഫക്റ്റ് ചെയ്യും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ കുറച്ച് പീരീഡ് കൂടെ മാത്രമേ നിങ്ങൾ സൂക്ഷിച്ച് പോവേണ്ടതുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ എന്തിനാണ് ഈ ഓരോ ആചാര്യന്മാരും ഓരോ ജ്യോതിഷികളും ചാനലിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപകടത്തിൽപ്പെടാതെ നമുക്കതിൽ നിന്ന് രക്ഷ നേടാനും, നമുക്ക് മുന്നേ കൂട്ടി അറിഞ്ഞ് നമുക്കിപ്പോൾ ഒരു മഴ പെയ്യും എന്നറിയുകയാണെങ്കിൽ നമുക്കൊരു കുട കരുതിക്കൊള്ളാം. അതുപോലെ നമുക്കൊരു യാത്ര ചെയ്യുന്ന റോഡ് കൊള്ളൂല എന്ന് കണ്ടാൽ നമുക്ക് വേറെ റോഡെടുത്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ആ യാത്ര തന്നെ മാറ്റിവെക്കാം. ഇതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്നോണം നമുക്ക് ജ്യോതിഷത്തിലൂടെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഇടവരാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സമയത്തിലേക്ക് വരികയാണ്. ശനിയുടെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഗുണപ്രദമായ അവസ്ഥകളുണ്ടാവും. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിന് പ്രധാന കാരണം ഞങ്ങൾ ഈ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ പല ആളുകളും ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് വിളിച്ചിട്ട് അയ്യോ ലൈവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത് ആ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ഇടവരാശിക്കാർക്കും ഇപ്പോഴുള്ള സമയമൊക്കെ പെട്ടെന്ന് തീരും. നല്ല ഒരു സമയം വരികയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.